എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +2 എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇതിലെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി 3 മെത്തേഡുകളാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അവിടെ പ്രോഡക്റ്റ് മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും ഇൻകം മെത്തേഡും അതിൻ്റെ ഇക്വേഷൻസൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കറിയാം നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഇത് നമ്മൾ തുടക്ക ഭാഗങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ആ നാഷണൽ ഇൻകം നോക്കിയിട്ടാണ് ഓരോ ഇക്കോണമിയെയും അവിടുത്തെ ഇക്കണോമിക് സ്ട്രെങ്ത് അളക്കുന്നത്. എത്ര കണ്ട് സാമ്പത്തികമായി സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത് ആ നാഷണൽ ഇൻകം നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻകത്തെ പോലെ തന്നെ ആ ഇക്കോണമിയിലെ പെർ ക്യാപിറ്റ ഇൻകം നോക്കാറുണ്ട്. ഇപ്പോൾ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അങ്ങനെ ആകുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്നുള്ളത് കിട്ടും അല്ലേ. പെർ ക്യാപിറ്റ ഇൻകം ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾക്ക് പ്രതിശീർഷ വരുമാനം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള അറിയാം. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിൻ്റെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. ഇത് നോക്കിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിശ്ചയിക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ അവിടെ ലൈഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പെർ ക്യാപിറ്റ ഇൻകം എപ്പോഴാണ് കൂടുക? നാഷണൽ ഇൻകം കൂടുതലും പോപ്പുലേഷൻ കുറവും ആകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും പെർ ക്യാപിറ്റ ഇൻകം കൂടുതൽ കിട്ടുക. കാൽക്കുലേഷനിൽ അങ്ങനെ നോക്കിയാൽ കാണാം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം അങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഇക്കോണമിയിലെ ഇക്കണോമിക് സ്റ്റേജുകളാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾക്ക് അറിയേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇക്കോണമിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നൊരു പദമാണ് GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു ഇക്കോണമിയുടെ GDP നോക്കിയിട്ടാണ് ആ ഇക്കോണമിയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇക്കോണമി എന്നുള്ളത് പറയുക. ഒരു ഇക്കോണമിയുടെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ GDP ആ തോതിലാണ് പറയുക അല്ലേ. GDP ഇത്ര ശതമാനം. GDP കുറയുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് പുറകോട്ട് പോയി എന്നും അല്ലേ, GDP വർദ്ധിക്കുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്നൊക്കെ പറയും. അപ്പോൾ GDP എന്താണെന്നും നമുക്കറിയാവുന്നതാണ്. മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നേഷൻ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഇക്കോണമിയിൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP. അപ്പോൾ GDP മെഷർ ചെയ്യുന്ന 3 മെത്തേഡുകളും ഒക്കെ പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡുമാണ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ പറയുന്ന GDP പോലെയുള്ള കുറച്ച് മാക്രോ ഇക്കണോമിക്സ് ഐഡൻറ്റിറ്റീസ് നമ്മൾക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നതാണ്. വളരെ എളുപ്പം കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അത് വേർതിരിക്കുന്നത്, എങ്ങനെയാണത് സമ്മ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കുക നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇക്കണോമിക് ടേം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNPFC എന്നാണ് അത് അറിയപ്പെടാറ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ NNPFC എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നാഷണൽ ഇൻകമാണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിലേക്ക് എത്തുക GDPയിൽ നിന്ന് NNPFCയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നിടത്ത് GDP കൺഫ്യൂഷൻ ഇല്ല. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എങ്ങനെ GDP ലഭിക്കുക? മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നേഷൻ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ അല്ലേ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. GDP ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഓരോ ഇക്കോണമിയിലും GDP കുറഞ്ഞത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. വല്ലാതെ കുറഞ്ഞു പോയത്, അവിടുത്തെ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ വളരെ കുറഞ്ഞതും ഉൽപ്പാദനം കുറഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ട് GDP ഡെവലപ്ഡ് നാഷൻസിലടക്കം നെഗറ്റീവായത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യയിലും
അപ്പോൾ GDP എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നതാണ് നമ്മളിവിടെ വിശദമായിട്ട് കണ്ടു കഴിഞ്ഞത്. GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ലഭിക്കുക. അവിടെ നിന്ന് NNPFCയിലേക്ക് നാഷണൽ ഇൻകത്തിലേക്ക് എത്തുമ്പോൾ ചിലതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്, ചിലത് അതിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതുണ്ട്. അത് ഓരോ ഘട്ടമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ GDP എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിൽ നമ്മൾക്കതിനെ കാണാൻ സാധിക്കും. ഒന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് GDP MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ്. മറ്റൊരെണ്ണം GDP FC ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GDP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിലും പറയാം, GDP എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിലും പറയാം. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഈ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസാണ്. എന്തൊരു വസ്തു ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും അത് വിൽപ്പന നടത്തണമെങ്കിൽ ഒരു രാജ്യത്ത് അതിന്മേൽ നികുതി ഉണ്ടാകും. അതിന് ചിലപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ വളരെ ആവശ്യമായ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിന് സബ്സിഡികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ വില കുറച്ച് കളയുന്നതാണ്. നികുതി എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 10 രൂപയുടെ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചു, ആ വസ്തുവിന്മേൽ 10% നികുതിയും ചുമത്തി എന്ന് വെക്കുക. സർക്കാർ 10% നികുതിയും ചുമത്തി കഴിഞ്ഞാൽ ആ 10 രൂപയുടെ ഉൽപ്പന്നം അത് കമ്പോളത്തിൽ വിൽപ്പന നടത്തണമെങ്കിൽ അതിൽ ഒരു 10% സർക്കാരിന് നികുതിയും കൊടുക്കണ്ടേ? അങ്ങനെ ആകുമ്പോൾ 1 രൂപ, 10 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 1 രൂപ. അപ്പോൾ 10 + 1 11 രൂപയ്ക്കാണ് അത് വിൽപ്പന നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 11 യഥാർത്ഥത്തിൽ 11 രൂപയുടെ ഉൽപ്പന്നം ഉണ്ടോ? ഇല്ല, 10 രൂപയുടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. അതിന് 1 രൂപ എന്ന് പറയുന്നത് ആ ഉൽപ്പന്നത്തിൻ്റെ 10% സർക്കാർ ചുമത്തിയ നികുതിയാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ 11 രൂപയുടെ ഉൽപ്പന്നം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ഉൽപ്പന്നത്തിന്മേൽ ചുമത്തുമ്പോഴാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആവുന്നത്. ഇപ്പോൾ സബ്സിഡി ഒന്നും കൊടുത്തിട്ടില്ല, 10 രൂപയുടെ ഉൽപ്പന്നത്തിന് 1 രൂപ ടാക്സും കൂടിയാണെങ്കിൽ 11 രൂപയ്ക്കാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 11 രൂപയുടെ ഉൽപ്പന്നം ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ GDP പറയുമ്പോൾ അവിടെ ടാക്സ് കൂടി അതിലേക്ക് വരും. ഇനി ഫാക്ടർ കോസ്റ്റിൽ പറയുകയാണെങ്കിലോ, ഘടക ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റിലും പറയാം. ഫാക്ടർ കോസ്റ്റിൽ പറയാമെന്ന് പറയുമ്പോൾ ആ വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഘടകങ്ങൾക്ക് കൊടുത്ത റെമ്യൂണറേഷൻ അത് ചേർത്തെടുക്കുമ്പോൾ അതാണ് അതിൻ്റെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്. ഘടക ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ മൂല്യം കണക്കാക്കാം. അവിടെ GDP എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്കറിയാം. ഒന്ന് മാർക്കറ്റ് പ്രൈസിലാണ്. മാർക്കറ്റ് പ്രൈസിലാവുമ്പോൾ അതിന്മേൽ ടാക്സ് കൂടി ഉണ്ടായിരിക്കും, ആ വോള്യൂം കൂടിയായിട്ടുള്ളതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റാണ്, ഘടക ചിലവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിൽ അതിൻ്റെ ഘടകങ്ങൾക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് കൊടുത്തു തീർത്ത റെമ്യൂണറേഷൻ അത് ടോട്ടൽ ചെയ്തെടുക്കുമ്പോഴാണ് GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിൻ്റെ ചിലവ് മാത്രം എടുത്താൽ അതിൻ്റെ ഉൽപ്പാദന ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റാണ്. അതിൻ്റെ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ കാണുകയാണെങ്കിൽ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസാണ്. ഇനി അറിയേണ്ടത് നമ്മുടെ രാജ്യത്തുള്ളവരുടെ കമ്പനികൾ മാത്രമാണോ പ്രവർത്തിക്കുന്നത്? ഒരുപാട് വിദേശ കമ്പനികൾ ഈ പ്രദേശത്ത് ഉൽപ്പാദനം നടത്തുന്നില്ലേ? ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് തൊഴിലാളികളില്ലേ വിദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ തൊഴിലെടുക്കുന്നവർ. അവരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകത്തിലാണോ മെഷർ ചെയ്യേണ്ടത്? അല്ല. കാരണം അവരുൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് അത് അന്തിമമായിട്ട് അതിൻ്റെ അധികാരികളാരാ? അവരാണ്. അത് അവരുടെ രാജ്യത്തെ നാഷണൽ ഇൻകത്തിലാണ് അത് ചേർക്കപ്പെടേണ്ടത്. അല്ലാതെ വിദേശ കമ്പനികൾ ഇവിടെ ഒരുപാട് കമ്പനികൾ സ്ഥാപിച്ചു, അവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മൂല്യമൊക്കെ നമ്മുടെ ഈ നാഷണൽ ഇൻകത്തിൽ മെഷർ ചെയ്ത് നമ്മുടെ നാഷണൽ ഇൻകം വല്ലാതെ കാണിക്കും. യഥാർത്ഥത്തിൽ അത്രയും വോള്യമുള്ള ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അവകാശപ്പെട്ടതാണോ? അല്ല. അപ്പോൾ വിദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ നമ്മുടെ ആഭ്യന്തര പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അവർ ഉൽപ്പാദനങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം നമ്മുടെ ദേശീയ വരുമാനത്തിലല്ല കൂട്ടേണ്ടത്. അതേപോലെ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് കമ്പനികൾ മറ്റു വിദേശ പല രാജ്യങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്, ഉൽപ്പാദനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് തൊഴിലാളികൾ, ഒരുപാട് സംരംഭകർ, അവരൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നുണ്ട്, അതിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ആ തുക നമ്മളിലേക്ക് ചേർക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് നമ്മുടെ ഇക്കോണമിയിൽ അവർ
ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് വഴി അവർക്കൊരു റെമ്യൂണറേഷൻ നമ്മൾ പെയ്ഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നിന്ന് കുറയ്ക്കേണ്ടതും നമ്മുടെ ഇക്കോണമിയിൽ നിന്നുള്ള കുറേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, കുറേ ആളുകൾ, കുറേ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവിടെ ബിസിനസ് നടത്തി അവിടെ നിന്ന് വോള്യൂം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് ചേർക്കേണ്ടതുമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നേരത്തെ നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ രാജ്യത്ത് തൊഴിലെടുക്കുകയോ ബിസിനസ് ചെയ്യുകയോ ഒക്കെ വഴിയായിട്ട് ഉണ്ടാക്കുന്ന സൃഷ്ടിക്കപ്പെടുന്ന മൂല്യം അത് അങ്ങോട്ട് കൊടുക്കുകയും നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾ, വ്യക്തികൾ മറ്റു പല രാജ്യങ്ങൾ റെസ്റ്റ് ഓഫ് വേൾഡിൽ തൊഴിലെടുക്കുക വഴിയായിട്ട് അവർക്ക് ലഭിക്കുന്ന വരുമാനം ഇങ്ങോട്ട് ചേർക്കുകയും. അപ്പോൾ ഇവിടെ നിന്നൊരു 10,000 കോടി രൂപ അങ്ങോട്ട് പോകാനുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള തൊഴിലാളികളും അതുപോലെ കമ്പനികളൊക്കെ മറ്റു രാജ്യങ്ങളിൽ തൊഴിലെടുക്കുക വഴി ഒരു 5,000 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 10,000 മൈനസ് 5,000 5,000 മൈനസ് 5,000 എന്ന് പറയുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇത് പോസിറ്റീവ് ആവാം. അപ്പോൾ GDP എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യമാണെങ്കിൽ അതോടൊപ്പം GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എങ്ങനെ കിട്ടുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതായിക്കഴിഞ്ഞാൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതിനെ പറയുന്ന പേരാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതിൻ്റെ പേരാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ GNP കിട്ടി. നമ്മളിപ്പോൾ GDPയിൽ നിന്ന് NNPFCയിലേക്ക് എത്തുന്ന മാർഗ്ഗമാണ് നോക്കുന്നത് മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസിൽ. അപ്പോൾ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രോസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് അത് നെറ്റായി മാറണമെങ്കിൽ അതിലെന്താണ് സബ്സ്ട്രാക്റ്റ് ചെയ്യാനുണ്ടാവും. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കോസ്റ്റ്, തേയ്മാനം എന്ന് പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് കിട്ടും. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൽ നിന്ന് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ എന്താവും? NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NNP. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് എന്ത് പോവുകയാണ്? ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇനി അപ്പോൾ GDPയിൽ നിന്ന് NNPയിലേക്ക് എത്തുന്ന മാർഗ്ഗം മനസ്സിലായി. GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് GNP ആവുന്നു. GNP മൈനസ് ഡിപ്രീസിയേഷൻ NNP ആകുന്നു. ഇനി ഇവിടെയൊക്കെ നോക്കേണ്ടത് GDP MPFC ഉണ്ട്, അതുപോലെ GNPയും MPയും FCയും ഉണ്ട്, അതുപോലെ NNPയും എന്തുണ്ട്? MPFC ഉണ്ട്. എന്നാൽ അതേപോലെ ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പോൾ GDP എന്ന് പറയുന്നത് മറ്റൊരു മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് ആണ്. GDP MPയും FCയും. GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറുകയാണ്? ഗ്രോസ് എന്നുള്ളിടത്ത് അത് നെറ്റ് ആവുകയാണ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതൊക്കെ GDP MPFC, GDP NDP ആവുന്നത് GDP മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതും MPയും FCയും ഉണ്ട്. മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും പറയാം. അതുപോലെ GDP GNP ആവുന്നതാ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതും GNP എന്ന് പറഞ്ഞ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും ഉണ്ട്. ദെൻ GNP എന്ന് പറയുന്നത് NNP ആവുന്നത് എപ്പോഴാണ്? GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോകുമ്പോൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അതും മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും ഉണ്ട്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ മൂല്യം യഥാർത്ഥത്തിൽ അത് ഫാക്ടർ കോസ്റ്റിൽ കാണുമ്പോഴാണ് അത്ര ഉൽപ്പന്നം ഇവിടെ ഉള്ളൂ. എന്നാൽ ആ ഉൽപ്പന്നത്തിന്മേൽ ടാക്സും സബ്സിഡിയും തമ്മിലുള്ള ഡിഫറൻസ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ചേരുമ്പോഴാണ് അത് മാർക്കറ്റ് പ്രൈസിലാവുന്നത്. അപ്പോൾ 1000 കോടി രൂപയുടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ
അത് രാജ്യത്ത് വിറ്റഴിക്കണമെങ്കിൽ സർക്കാർ അതിന്മേൽ നികുതിയൊക്കെ ചുമത്തി കഴിയുമ്പോൾ അത് മാർക്കറ്റ് പ്രൈസിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 1050 കോടിയാവും. 1050 കോടിയാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. കാരണം അത്രയും വസ്തു ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അതിൽ 50 കോടി രൂപ എന്ന് പറയുന്നത് ടാക്സാണ്, അത് മാർക്കറ്റ് പ്രൈസിലാണ്. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൽ പറയുകയാണെങ്കിൽ 1000 കോടി രൂപ കിട്ടി. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിലും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും ഇൻകം മെത്തേഡിലൊക്കെ ഒരേപോലെ കിട്ടും. അതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് വരും. സബ്സിഡിയും ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അവിടെ കയറി വരുന്നുണ്ട്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള കാൽക്കുലേഷൻസാണ് നമ്മൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നിടത്ത് നമ്മളിപ്പോൾ കണ്ടത് GDP, ആ GDP മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോകുമ്പോൾ NDP. അപ്പോൾ GDP MPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ NDP MP. GDP FCയിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ പോയതെങ്കിലോ NDP FC. അപ്പോൾ GDP അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോകുമ്പോൾ NDP. അതുപോലെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശങ്ങളിൽ നിന്നുള്ള അറ്റ ഘടക വരുമാനം. GDPയോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് ചേരുമ്പോൾ അത് GNP കിട്ടും. അത് GDP MPയോട് കൂടെ ചേരുകയാണെങ്കിൽ GNP MP ആണ്. GDP FCയോട് കൂടെയാണ് ചെയ്യുന്നതെങ്കിലോ GNP FC ആണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ NNP. ഇങ്ങനെ നമ്മൾക്കൊരു 8 കാര്യങ്ങൾ നമുക്ക് കാണാം. GDP MP, GDP FC, NDP MP, NDP FC, then GNP MP, GNP FC, then NNP MP, NNP FC. അതിൽ NNP FC എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ചില ഫിഗറുകൾ തന്നിട്ട് ചിലപ്പോൾ GDP MP തരും, എന്നിട്ട് അതോടൊപ്പം തന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടി തരിക, എന്നിട്ട് പറയുക GDP FC കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ GDP FC കിട്ടി. അങ്ങനെ പറയുന്ന പല വോള്യൂംസ് തന്നിട്ട് അവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇവിടെ തന്നിരിക്കുന്നത് വേജ് 800 തന്നു, W എന്ന് പറയുന്നത് 800, റെൻറ്റ് എന്ന് പറയുന്നത് 300, ഇൻട്രസ്റ്റ് 400, പ്രോഫിറ്റ് 200. അതുപോലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 50 തന്നിട്ടുണ്ട്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 100 തന്നിട്ടുണ്ട്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് 150 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ GNP കാണാൻ പറഞ്ഞു. അപ്പോൾ GNP കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. GNP ആണ്, ഗ്രോസ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ ഡിപ്രീസിയേഷൻ പെടും. GNP MP ആണ് കാണുന്നതെങ്കിൽ അതിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പെടും. GNP ആയതുകൊണ്ട് തന്നെ അതിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഈ പറയുന്ന എല്ലാം ചേർത്തെടുക്കുമ്പോൾ നമ്മൾക്ക് 2000 കോടി എന്ന് പറയുന്നത് GNP MP കിട്ടി. ഇതിൽ GNP FC ആണ് അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ GNP FC കാണാനുള്ള ഇക്വേഷൻ എന്താ? GNP MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടാക്സ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ FC ആയില്ല. അപ്പോൾ 2000 മൈനസ് 100, 1900 എന്നുള്ളത് അങ്ങനെ കിട്ടും. ഇതൊരു ഫിഗറായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ഇക്വേഷൻസ് നോക്കി വെച്ചാൽ മതി. ഇനി ഇങ്ങനെ GNP MPയിൽ നിന്ന് NNP MP ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ? GNP MPയിൽ നിന്ന് NNP MP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ? അപ്പോൾ GNP MP അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയ നെറ്റാണ്. അപ്പോൾ NNP MP ഈസ് ഈക്വൽ ടു GNP MP മൈനസ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ 2000 മൈനസ് 50 ആണ്, 1950 എന്ന് പറയുന്നത് NNP MP കിട്ടും. NNP FC ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ? NNP FC എന്ന് പറയുന്നതിന് മറ്റൊരു പേരെന്താണ്? നാഷണൽ ഇൻകം എന്നാണ് അല്ലേ. നമുക്കറിയാം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് ഫാക്ടർ കോസ്റ്റ്. NNP MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഒഴിവാക്കിയാൽ മതി. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഒഴിവാക്കുക. 1950 നിന്ന് 100 എന്ന് പറയുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 1850 ഇതാണ് നാഷണൽ ഇൻകം. ഇനി ഇവിടെ GDP MP കാണാൻ പറഞ്ഞു. ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ GDP MP അല്ലെങ്കിൽ GDP FC, NDP MP, NDP FC അങ്ങനെ പറയുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ GNP കിട്ടിക്കഴിഞ്ഞാൽ
ആ GNP/MP-യെ GDP/MP ആക്കണമെങ്കിൽ ഇക്വേഷൻ എന്താ? GNP/MP-യിൽ നിന്ന് എന്തൊഴിവാക്കിയാൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. GNP/MP-യിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് സബ്സ്ട്രാക്ട് ചെയ്താൽ GDP/MP കിട്ടും. മനസ്സിലാക്കേണ്ടത് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ രീതിയിലൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ GDP/FC കിട്ടേണ്ടതെങ്കിലാ GDP/MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NDP ആണെങ്കിലോ നെറ്റ് ഡൊമസ്റ്റിക് ആണെങ്കിലോ GDP/MP മൈനസ് ഡിപ്രീസിയേഷൻ. NDP/FC ആണെങ്കിലോ NDP/MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെ വോള്യൂംസ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇങ്ങനെ ഈ പറയുന്ന തരത്തിൽ ഡാറ്റാസ് തന്നുകൊണ്ട് GDP/MP, GDP/FC അല്ലെങ്കിൽ NDP, NNP അങ്ങനെ പറയുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഒരു തുകയോടൊപ്പം ചേരുകയാണെങ്കിൽ അത് മാർക്കറ്റ് പ്രൈസിലാണ്. GDP ആവട്ടെ, GNP ആവട്ടെ, NDP ആവട്ടെ, NNP ആവട്ടെ, അതൊക്കെ മാർക്കറ്റ് പ്രൈസിലാവുമ്പോൾ അതിനോടൊപ്പം എന്തുണ്ടായിരിക്കും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മാറി നിന്നാലോ ഒഴിവാക്കിയാലോ ഇത് ഫാക്ടർ കോസ്റ്റിലാണ്. രണ്ടാമത് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് ഗ്രോസ് നെറ്റായി മാറുക. ഗ്രോസിൽ ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഗ്രോസിലെ ഡിപ്രീസിയേഷൻ മാറ്റിക്കഴിഞ്ഞാൽ നെറ്റാവും. അത് ഗ്രോസ് ഡൊമസ്റ്റിക് നെറ്റ് ഡൊമസ്റ്റിക് ആവുന്നതും അങ്ങനെ തന്നെയാണ്. ഗ്രോസ് നാഷണൽ നെറ്റ് നാഷണൽ ആവുമ്പോഴും ഇപ്പോൾ ഗ്രോസിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും, നെറ്റിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഒഴിവാക്കേണ്ടതാണ്. ഇത് തിരിച്ചും സംഭവിക്കാം അല്ലേ? തിരിച്ചും സംഭവിക്കുക എന്ന് പറയുമ്പോൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റിനെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതെന്തായി മാറും? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആവും. പിന്നീട് ഡൊമസ്റ്റിക്കും നാഷണലും GDP, GNP അല്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക്, ഗ്രോസ് നാഷണൽ. ഡൊമസ്റ്റിക്കിൽ എന്തുണ്ടായിരിക്കില്ല? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞ വോളിയം ഉണ്ടാവില്ല. എന്നാൽ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ഗ്രോസ് നാഷണൽ GNP ആവും. അപ്പോൾ GDP GNP ആയി മാറുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് GDP-യോടൊപ്പം ചേരുമ്പോൾ അത് GNP ആയി മാറും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഇതിൻ്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. അവിടെ ഒരു കൺഫ്യൂഷൻസ് വേണ്ട. ഇനി നമ്മൾക്ക് ഇവിടെ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം അങ്ങനെ പറയുന്ന കുറച്ച് ഐഡൻറ്റിറ്റീസ് കൂടിയുണ്ട്. അതെന്തൊക്കെയാണ്? നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നോക്കാം. ആദ്യം നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്ക്. നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം is the income from all sources available to the residents of a country from consumption expenditure and saving for 1 year. National disposable income എന്ന് പറയുന്നത് is equal to NNP plus current transfers from the rest of the world. ഇവിടെ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് NNP-യോടൊപ്പം കറണ്ട് ട്രാൻസ്ഫർ ആയിട്ട് മറ്റ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്ന കറണ്ട് ട്രാൻസ്ഫറുകൾ കൂടി ചേരുമ്പോൾ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകമായി ഒരു രാജ്യത്തിൻ്റെ ചിലവ് ചെയ്യപ്പെടാൻ പറ്റുന്ന വരുമാനം എന്നുള്ളതാണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം, വിനിയോഗ്യമായിട്ടുള്ള വരുമാനം. എന്നാൽ അടുത്തത് പേഴ്സണൽ ഇൻകമാണ്. പേഴ്സണൽ ഇൻകം ഈസ് ദാറ്റ് പാർട്ട് ഓഫ് നാഷണൽ ഇൻകം which is received by household. It is the income available to person from all legal sources. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഹൗസ് ഹോൾഡ് സെക്ടറിലുള്ളവർക്ക്, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഴ്സ്, അവർക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ അത് പേഴ്സണൽ ഇൻകമാണ്. അത് ലീഗൽ സോഴ്സിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനങ്ങളും, അത് സബ്സിഡി ആയിട്ടോ അല്ലെങ്കിൽ പെൻഷനായിട്ടോ അതോടൊപ്പം സ്കോളർഷിപ്പുകളും പെൻഷനുകളും അങ്ങനെ പറയുന്ന കുറേ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് കിട്ടുന്ന ഈ ഇൻകം എല്ലാം ചേർത്തെടുക്കുമ്പോൾ അതിനെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുക. മറ്റൊരെണ്ണം പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകമാണ്. ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഒരു വ്യക്തിക്കുള്ള വരുമാനം അത് മുഴുവൻ അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ സാധിക്കുമോ? വിനിയോഗ്യമായ വരുമാനമാണോ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആവുമോ? ഇല്ല. അതിൽ ആ രാജ്യത്തെ നികുതികളൊക്കെ കൊടുക്കാനുണ്ടാവും.
ആ രാജ്യത്തെ നികുതികളോ അല്ലെങ്കിൽ ഫൈനോ അങ്ങനെ പറയുന്ന നോൺ ടാക്സ് ആയിട്ടുള്ളതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള തുകയെയാണ് എന്ത് പറയുക, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം PDI ഈസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ് പ്ലസ് പേഴ്സണൽ നോൺ ടാക്സ് പേയ്മെൻറ്റ്സ്. ടാക്സ് ആയിട്ട് കൊടുക്കുന്നതും ഫൈനോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന മറ്റുള്ളതൊക്കെയാണ്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലുള്ള തുകയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇനി പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ദ ആനുവൽ ആവറേജ് പെർ ഹെഡ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി. ഇപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കാണുന്നത് എങ്ങനെ, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ദേശീയ വരുമാനം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആ രാജ്യത്തിൻ്റെ ജനസംഖ്യ. അങ്ങനെ പെർ ക്യാപിറ്റ ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടു കഴിഞ്ഞു മാക്രോ എക്കണോമിക്സ് ഐഡൻറ്റിറ്റീസ് ആയിട്ടുള്ള നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അവിടെയും ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാക്രോ ഇക്കണോമിക്സ് ഐഡൻറ്റിറ്റീസ്, അവിടെ നാഷണൽ ഇൻകം, പിന്നെ GDPയിൽ നിന്ന് നാഷണൽ ഇൻകത്തിലേക്ക് NNP-FC എത്തുന്നതിൻ്റെ ആ കാൽക്കുലേഷൻസ്, GDP-MP, GDP-FC, NDP-MP, NDP-FC, GNP-MP, GNP-FC, NNP-MP, NNP-FC, അവിടെയൊക്കെ എങ്ങനെയാണ് ഗ്രോസ് നെറ്റ് ആവുന്നത്, അവിടെ ഡിപ്രീസിയേഷൻ ആണ്. ദെൻ മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഡൊമസ്റ്റിക് നാഷണൽ ആവുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അത് ആ ഡിഫറൻസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. അത് നോട്ടിലേക്ക് കൃത്യമായിട്ട് ചെയ്തു വെക്കണം. കാൽക്കുലേഷൻസ് ആ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ടെക്സ്റ്റ് എടുത്ത് ആ ഭാഗം നല്ലതുപോലെ വായിച്ച് ഇതിലെ പ്രധാനപ്പെട്ട കാൽക്കുലേഷൻസൊക്കെ നോട്ടിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുക. അടുത്ത ദിവസം ഈ ചാപ്റ്ററിലെ അവസാന ഭാഗം, ഇനി GDP എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നോമിനൽ റിയൽ പ്രൈസുകളുമായി ബന്ധപ്പെടുത്തി, അതോടൊപ്പം GDP ആണോ അല്ലെങ്കിൽ നാഷണൽ ഇൻകം ആണോ ഒരു രാജ്യത്തിൻ്റെ ക്ഷേമത്തെ അളക്കാൻ ഉപയോഗിക്കുന്നത്, അങ്ങനെ പറയുന്ന കുറച്ച് കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റുകളൊക്കെയാണ് നമുക്ക് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.